ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തീർച്ചയായിട്ടും സെപ്റ്റംബർ പാദത്തിൻ്റെ ഒരു എൻഡിങ് സീസണിലെ ക്വാർട്ടർലി റിസൾട്ട് എൻഡിങ് സീസണിലേക്കാണ് കിടക്കുന്നത്. നവംബർ 14 കൂടി ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും റിസൾട്ട് എത്തും. ഒപ്പം തന്നെ ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിൽ നവംബർ 14 വരെയുള്ള ദിവസങ്ങൾ ഏകദേശം നിഫ്റ്റി 50ലും ഒപ്പം തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിലടക്കം ഉൾപ്പെട്ടുള്ള 2500-ലധികം കമ്പനികളുടെ നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ തന്നെയും 8 നിഫ്റ്റി 50 ഉൾപ്പെട്ട കമ്പനികൾ കൂടിയുണ്ട്. ONGC, ബജാജ് ട്വിൻസ്, ഏഷ്യൻ പെയിൻറ്റ്സ് ഒക്കെ ഇന്ന് ഈ ഒരു വീക്കിൽ റിസൾട്ട് വരാനിരിക്കുന്ന കമ്പനികളാണ്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ചിട്ട് നിലവിലൊരു ബിയറിഷ് സെന്റിമെന്റ്സിലാണ് നിലനിൽക്കുന്നത് എങ്കിൽ പോലും ഈ കമ്പനികളുടെയൊക്കെ പാദഫലങ്ങൾ ഒരു പക്ഷേ വിപണിയുടെ ഗതിയെ സ്വാധീനിച്ചേക്കാം എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ വീക്കിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും അമേരിക്കൻ വിപണികളിലടക്കം കൃത്യമായിട്ടുള്ളൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള മാഗ്നിഫിഷ്യന്റ് 7 ഓഹരികളുടെ വാല്യുവേഷൻ ഹൈലി ഓവർ സ്ട്രെച്ച്ഡ് ആണ് എന്നാണ് പല ബ്രോക്കറിംഗ് ഫേമുകളും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പല ബ്രോക്കിംഗ് ഫേമുകളും ബാങ്കിങ് സ്ഥാപനങ്ങളും ഇപ്പോൾ ഒരു സബ്മിറ്റിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 12 മുതൽ 24 മാസത്തിനുള്ളിൽ ഒരു പക്ഷേ 10 മുതൽ 20% വരെ ഇടിവ് അമേരിക്കൻ വിപണികൾ പ്രത്യേകിച്ചും ഈ ഒരു മാഗ്നിഫിഷ്യന്റ് 7 ഓഹരികൾ കണ്ടേക്കാം എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി അനലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇടിവിൽ ഭയക്കേണ്ടതില്ല എന്നും ഇതൊരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനായിട്ട് മാത്രമാണ് കണക്കാക്കേണ്ടതെന്ന് കൂടിയുള്ള ഒരു അപ്ഡേഷൻ കൂടി അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞൊരു വീക്കിലെ പ്രകടനം പരിശോധിക്കുമ്പോഴേക്കും അമേരിക്കൻ വിപണികൾ പ്രത്യേകിച്ചും നാസ്ഡാക്കിലടക്കം ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ 7 ശേഷമുള്ള ഏറ്റവും വലിയൊരു ഇടിവിലേക്കായിരുന്നു, ആ ഒരു വീക്കിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവിലേക്കായിരുന്നു കഴിഞ്ഞ വീക്കിൽ നാസ്ഡാക്ക് സൂചിക നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3% നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഡൗ ജോൺസിലാണെങ്കിലും ശരി, മറ്റ് S&P 500 സൂചികയാണെങ്കിലും ശരി, ഒരു നെഗറ്റീവ് ടോൾ തന്നെയായിരുന്നു കഴിഞ്ഞ വീക്ക്ലി ബേസിൽ പെർഫോമൻസ് പരിശോധിക്കുമ്പോഴേക്കും ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ടും പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും 25,300 എന്നൊരു ലെവലിലേക്ക് ഇടിയുന്നൊരു സ്ഥിതി കണ്ടിരുന്നു. ഒപ്പം തന്നെ വീക്ക്ലി ബേസ് പരിശോധിക്കുമ്പോഴേക്കും 0.89% നഷ്ടമാണ് കഴിഞ്ഞ വീക്ക്ലി ബേസിൽ നിഫ്റ്റി 50യിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുമ്പോഴേക്കും ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മികച്ച ഒരു മുന്നേറ്റം നടത്തിയ ഒരു സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആണ്. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വീക്ക്ലി ബേസിസിൽ ഏകദേശം സെപ്റ്റംബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് വളരെ കൃത്യമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഏകദേശം 1.5% നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയും പ്രത്യേകിച്ചും ഈ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടൊരു വാല്യൂഷനിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് 20% വരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഒഫീഷ്യലി ഒരു ബിയറിഷ് മാർക്കറ്റിലേക്ക് കടന്നേക്കാം എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വീക്ക് പരിശോധിക്കുകയാണെങ്കിലും നാസ്ഡാക്കിലടക്കം 3% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. സോ അമേരിക്കൻ വിപണികളിൽ ഉണ്ടായ ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് സെഷൻ മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സിനുള്ള ഒരു സാധ്യത നിയർ ടേമിൽ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. ഏപ്രിലിന് ശേഷം അമേരിക്കൻ വിപണിയിലെ കാര്യമായിട്ട് നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇടിവ് ഇറ്റ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ഇൻഡെക്സസ്, അതായത് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടപ്പോൾ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് എന്നുള്ള ഒരു സിഗ്നലും നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 24,400 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കില്ല. അതേസമയം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 46,400 പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർലി നമ്മൾ ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി സിറ്റി ബാങ്ക്, JP മോർഗൻ, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സ് മുതലായ ബാങ്കിങ് സ്റ്റോക്സിലായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്.
കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗോൾഡിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പരിശോധിക്കുമ്പോഴേക്കും അന്താരാഷ്ട്ര തലത്തിൽ 2 ആഴ്ചയിലെ ഉയരത്തിലേക്കാണ് ഗോൾഡ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിൽ വളരെ ഫ്ലാറ്റിഷ് ആ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡേ വൈസ് ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴും പ്രധാനമായിട്ടും ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. വീണ്ടും ഇപ്പോൾ ഇന്നത്തെ ഒരു ഏർലി അവേഴ്സിൽ $4050 എന്നൊരു ലെവലിലേക്ക് റീക്ലെയിം ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണ് ഇപ്പോൾ കാണുന്നത്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ 2 ആഴ്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ആ ഒരു കറക്ഷനെ തുടർന്ന് ഷോർട്ട് ടേം നമുക്ക് ബെയറിഷ് ആയിട്ട് മാറിയിരുന്നു. ബട്ട് എങ്കിലും നമുക്ക് വീണ്ടും ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ടിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസ് അറൌണ്ട് 4065 4070 ഈ റേഞ്ചിലായിരിക്കാം നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $3970 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 4070 നിന്നും അടുത്ത മേജർ റെസിസ്റ്റൻസ് $4110 കാണാൻ സാധിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ പരിശോധിക്കുമ്പോഴേക്കും ക്രൂഡിൽ വരുമ്പോഴേക്കും ക്രൂഡിനെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ US-ൻ്റെ ഷട്ട് ഡൗൺ നീങ്ങാനുള്ളൊരു സാധ്യതകളൊക്കെ തെളിഞ്ഞു വരികയാണ്. അതിനെ തുടർന്ന് വീണ്ടും US-ലെ ക്രൂഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും എന്ന തരത്തിലുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂസ് ഒക്കെയാണ് എത്തുന്നത്. സോ ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 0.5% നേട്ടത്തിലേക്കാണ് WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രെൻ ക്രൂഡ് ആണെങ്കിലും ശരി ഉയർന്നിരിക്കുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇതില് പ്രേക്ഷകരോട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ ഷട്ട് ഡൗണും ക്രൂഡ് ഓയിലും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. അത് തെറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പലരും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. നമ്മൾ ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത്, ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ $57.60 റേഞ്ചിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $61.50. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 63, അതിനുശേഷം 65. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞൊരു വീക്കിൽ പൊതുവെ ഒരു നെഗറ്റീവ് ടോൺ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 0.5% നഷ്ടമാണ് വീക്ക്ലി ബേസിൽ നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലോസിംഗ് റേഞ്ച് പരിശോധിക്കുകയാണെങ്കിലും 25,492.3 എന്നൊരു നിലയിലേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യൻ വിപണിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആക്ച്വലി നമുക്ക് നല്ലൊരു ബൈയിങ് അവസരം വീണ്ടും നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. സോ നമ്മൾ ഫൈനാൻഷ്യലി നല്ല റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്ന പല സ്റ്റോക്സിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. സോ അത്തരം സ്റ്റോക്സിലായിരിക്കണം പർട്ടിക്കുലർലി നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. നിഫ്റ്റി 50യുടെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 27,200 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ റിക്കവറി കാണുന്ന സമയത്ത് ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് ഇൻഡെക്സ് ഫേസ് ചെയ്യുന്നത് 27,700 പോയിന്റിലായിരിക്കും. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ വീക്ക്ലി ബേസിൽ പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേയിലെ മാത്രം കണക്കുകൾ എടുക്കുമ്പോഴേക്കും 0.5% നേട്ടം, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ബാങ്ക് സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി 50 പോലെ തന്നെ കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിംഗ് നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കണം. സോ നല്ല റിസൾട്ട്സ് കാഴ്ചവെച്ചിരിക്കുന്ന ബാങ്കിങ് സ്റ്റോക്സിൽ നമ്മൾ പുതിയ പൊസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വരും ദിവസങ്ങളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 58,250 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് അതിന്റെ മുന്നിലുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 58,577 പോയിന്റ് മാത്രം. സപ്പോർട്ടായിട്ട് നമ്മൾ മേജർ സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത് 56,400 പോയിന്റ്.
സോ നിഫ്റ്റി ബാങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മറ്റ് സെക്ടേഴ്സിലൊക്കെ നേരിട്ടപ്പോൾ പോലും വളരെ ശക്തമായിട്ട് നിലനിന്നൊരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സ്. വീക്ക്ലി ബേസ് പരിശോധിക്കുകയാണെങ്കിലും സെപ്റ്റംബർ 1 മുതൽ ഇങ്ങോട്ടുള്ള വീക്കൊക്കെ തുടർച്ചയായിട്ടുള്ളൊരു നേട്ടം നൽകി വന്ന ഒരു സെക്ടർ കൂടിയാണിത്. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു ഇൻഡെക്സ് മാറിയിട്ടുണ്ടോ? അല്ല പറഞ്ഞത് വളരെ ശരിയാ. സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മൾ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിലെ കാര്യമായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ PSU സ്റ്റോക്സിലൊക്കെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. എക്സെപ്റ്റ് യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ആൻഡ് IOB. മറ്റ് മേജർ PSU ബാങ്ക്സിലൊക്കെ വളരെ കുറച്ച് ബൈയിങ് അവസരങ്ങളെ കാണാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല PSU ബാങ്ക് ഇൻഡെക്സ് ഓവർ സ്ട്രെച്ച്ഡ് ഓർ ഓവർ ഹീറ്റഡ് ആയിട്ടുണ്ടെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും സെഷൻസിൽ കുറെ കൂടെ നേട്ടം ഈ ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. സാറിനൊപ്പം തന്നെ കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് വന്ന ഒരു കമ്പനിയായിരുന്നു LIC. LICയെ സംബന്ധിച്ചിട്ട് അവരുടെ അറ്റാദായത്തിലും അതിനോടൊപ്പം തന്നെ നെറ്റ് പ്രീമിയത്തിലും അടക്കം കൃത്യമായിട്ടൊരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. LIC ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 3% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു വെള്ളിയാഴ്ച ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. LIC ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? LICയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ ഒരു സൈഡ് വേസ് പാറ്റേൺ കഴിഞ്ഞ 3-4 മാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ആയിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 940 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 965, അതിനുശേഷം 983 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. ഈ കറന്റ് ലെവൽസിൽ നമ്മൾ LICയുടെ കേസിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഡിസ്ക്ലോഷർ, എനിക്ക് നല്ലൊരു സിഗ്നിഫിക്കന്റ് പൊസിഷൻ LICയിലുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും നവംബർ 14 കൂടി സെപ്റ്റംബർ പാദത്തിൻ്റെ റിസൾട്ടിൻ്റെ ഓൾമോസ്റ്റ് ഒരു എൻഡിങ്ങിലേക്ക് കിടക്കുകയാണ്. ധാരാളം കമ്പനികൾ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഹീറോ മോട്ടോകോപ്പ്, ഐഷർ മോട്ടോകോപ്പ്, ഒപ്പം തന്നെ ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ഓട്ടോ കമ്പനികൾ റിസൾട്ട് കൂടി വരികയാണ്. സോ അതിൽ തന്നെ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻഡെക്സിനെ കുറിച്ച് തന്നെയാണ്. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞൊരു ആഴ്ച 0.5% നേട്ടം വെള്ളിയാഴ്ച നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എന്താ നമ്മൾ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു 3-4 മാസത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിനെ തുടർന്ന് ഏറ്റവും ആദ്യം നമുക്ക് ടേൺ അറൗണ്ട് കാഴ്ചവെച്ച ഇൻഡെക്സ് ആയിരുന്നു ഓട്ടോ ഇൻഡെക്സ്. അപ്പൊ അതിനെ തുടർന്ന് നമുക്ക് ഒരു 6 ആഴ്ചയോളം നമുക്ക് ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്ക് ഓട്ടോ ഇൻഡെക്സ് കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. At this point, long-term trend is bullish, short-term trend is sideways ആയി കാണുന്നു. ആൻഡ് ഈ ഇൻഡെക്സിന്റെ കേസിൽ 26,200 പോയിന്റ് വളരെ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു പുതിയ ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് ഔട്ട് ബ്രേക്ക് കാണാൻ സാധിക്കാമെങ്കിൽ 27,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിനൊപ്പം തന്നെ ഹീറോ മോട്ടോകോപ്പിലേക്ക് കൂടി വരികയാണ്. ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീക്കിൽ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞൊരു ദിവസം 0.5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ക്വാർട്ടർലി നമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഹീറോ മോട്ടോകോപ്പിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പോലെയുള്ള ബ്രോക്കിംഗ് ഫേമുകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സോ ഹീറോ മോട്ടോകോപ്പിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഏപ്രിൽ മാസം മുതൽ തന്നെ നമുക്ക് ഔട്ട് പെർഫോമൻസ് ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ബട്ട് എഗെയിൻ നമ്മൾ ഓട്ടോ ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ ഒരു പകുതിയോടുകൂടി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 5,200 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല.
ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തേത് GRSCയിലേക്കാണ് വരുന്നത്. ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടൊരു കൺസോളിഡേറ്റഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു വെള്ളിയാഴ്ച ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ GRSCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതിന്റെ നമ്മൾ GRSCയുടെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കൺസോൾട്ടേഷൻ സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 2300 രൂപ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ്. എങ്കിലും നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് മൂവ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുമെങ്കിൽ 2710 അതിനുശേഷം 2830 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യും. ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 1.25% മുകളിലൊരു നേട്ടം വെള്ളിയാഴ്ച നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നമ്മൾ GRSൽ കണ്ടതുപോലെ തന്നെ കൂടുതലായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലും കാണുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഓഫർ ഫോർ സെയിലും കൊണ്ടുവരുന്നു എന്നൊരു വാർത്തയെ തുടർന്നായിരുന്നു. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക 1560 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 1880 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. അടുത്തായിട്ടൊരു റെയിൽവേ ഓഹരിയിലേക്കാണ് വരുന്നത്. RVNLനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. RVNLനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണായിരുന്നു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം സെപ്റ്റംബർ പകുതിയോട് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും സ്ട്രിക്ട്ലി റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ RVNLലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി RVNLന്റെ കേസിലും ഓൾമോസ്റ്റ് ഏത് റെയിൽവേ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് RVNLന്റെ കേസിൽ അതിന്റെ ബോട്ടം കട്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 342 അതിനുശേഷം 365 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പ്രൈസ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 298 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തായിട്ട് കെയ്ൻസ് ടെക്നോളജിയിലേക്കാണ് വരുന്നത്. കെയ്ൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു വീക്കിൽ പൊതുവേ വളരെ മാസീവായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും തേഴ്സ്ഡേയിലെ കണക്കുകൾ മാത്രം എടുക്കുമ്പോഴേക്കും ഏകദേശം 4% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേയിലേക്കായപ്പോഴേക്കും വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 2% നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ കെയ്ൻസ് ടെക്നോളജിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കെയ്ൻസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിലെ കുറച്ച് വീക്ക്നെസ് കഴിഞ്ഞ ആഴ്ച മുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ 5750 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ പുതിയതായിട്ട് അഡ്വൈസ് ചെയ്യുന്നില്ല. ഫ്രൈഡേ വളരെ മാസീവായിട്ടൊരു ബൈയിങ് നടന്നൊരു ഓഹരിയായിരുന്നു BSE ഓഹരികൾ. BSEയെ സംബന്ധിച്ചിട്ട് 9% മുകളിലൊരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒക്ടോബർ 1 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു നേട്ടം നൽകി. പിന്നീട് അതിനുശേഷം കുറച്ച് ട്രേഡിംഗ് സെഷൻസിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലുമായിരുന്നു ഈ ഓഹരി നിലനിന്നത്. പിന്നീടാണ് ആ ഒരു ലെവലിൽ നിന്നൊരു മാസീവ് ബൈയിങ് കടന്നു വന്നിരിക്കുന്നത്. സോ BSE ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ കഴിഞ്ഞ 3-4 മാസം നീണ്ടു നിന്നിരുന്ന ആ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. ഈ സ്റ്റോക്കിന്റെ അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 2800 അതിനുശേഷം 2930. ഹൈയസ്റ്റ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2300. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അടുത്തായിട്ട് യഥാർത്ഥ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. യഥാർത്ഥ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച 1.25% മുകളിലുള്ളൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ലോ ലെവൽ വീണ്ടും ഒരു ബൈയിങ് ഈ ഓഹരിയിൽ നടന്നതായിട്ടാണ് കാണുന്നത്. സോ യഥാർത്ഥ ഹോസ്പിറ്റലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യഥാർത്ഥത്തെ കേസിൽ നമുക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം തുടർച്ചയായിട്ടൊരു ബുള്ളിഷ് റൺ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 758 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യും. സർ, അപ്പം തന്നെ സ്വിഗ്ഗിയിലേക്ക് കൂടി വരികയാണ് സർ. സ്വിഗ്ഗിയെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സ്വിഗ്ഗി ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ 0.5% നഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ സ്വിഗ്ഗിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. സർ, അടുത്തായിട്ടൊരു സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് കൂടിയാണ് വരുന്നത്. ഉത്കൃഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്നലെ ഈ ഓഹരിയിൽ വെള്ളിയാഴ്ച 1.5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഉത്കർഷിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമുക്ക് ഒരു 10 ട്രേഡിംഗ് സെഷൻസ് മുൻപായിരുന്നു ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വന്നത്. എങ്കിലും അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. അതിനെ തുടർന്ന് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറിയിട്ടുണ്ട്. ഇൻഫാക്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ലോ ലെവലിലായിരുന്നു നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. സോ കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 15 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. സർ, അടുത്തായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വെള്ളിയാഴ്ച 6.25% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഓഹരി ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ ഉണ്ടായ മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരുന്നു നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിച്ചത്. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 36 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 41 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് 3 മുതൽ 5 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം. സർ, നമ്മൾ ഓൾറെഡി സ്വിഗ്ഗിയെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയോടൊപ്പം തന്നെ സ്വിഗ്ഗിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഇറ്റേണലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? സ്വിഗ്ഗിയുടെ പോലെ തന്നെ വളരെ സിമിലർ പാറ്റേൺ ഇറ്റേണലിന്റെ കേസിലും കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ മാസമായിരുന്നു നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 298 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രിക്കോൾ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. പ്രിക്കോളിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച 9% മുകളിലൊരു നേട്ടം നൽകിയായിരുന്നു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ പ്രിക്കോളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രിക്കോളിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 600 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഒരേ ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്ന ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിലില്ല. സർ, അപ്പം തന്നെ ADF ഫുഡ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ADF ഫുഡ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച 3.5% നേട്ടം നൽകിയ ഓഹരി കൂടിയായിരുന്നു ഇത്. സോ ADF ഫുഡ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ADFന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ട് കാണുക. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 243 രൂപയുടെ റെസിസ്റ്റൻസ് എത്തിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ആസ്ട്രൽ ലിമിറ്റുള്ള ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? ആസ്റ്ററിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞ മാസമായിരുന്നു നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ നൽകിയ. അതിനുശേഷം കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. 258 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 703 മുതൽ 707 രൂപ വരെ.
താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തത്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല, പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.